ഹലോ ഓൾ, വെൽക്കം ടു എമിനന്റ് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേസ് എക്സാമിനേഷന് പ്രിപ്പറേഷൻ നടത്തുമ്പോൾ കേരള ഹിസ്റ്ററിയിൽ നിന്നും നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ സിലബസ് ഒന്ന് വായിച്ചേക്കാം. സിലബസിൽ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: കേരള ഹിസ്റ്ററി ഇൻ ബ്രാക്കറ്റ് ഫ്രം 18th century, 18ാം നൂറ്റാണ്ട് മുതൽക്കുള്ള കേരളം. അതിൻ്റെ തന്നെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ആവശ്യമുള്ളത് മോഡേൺ കേരള ഹിസ്റ്ററി മാത്രമാണ്. അപ്പോൾ ഒരു 18ാം നൂറ്റാണ്ട് മുതൽക്ക് ഉള്ള ഒരു കേരള ഹിസ്റ്ററിയാണ് നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നത്. അതിൻ്റെ കീഴിൽ വരുന്ന സബ് ടോപ്പിക്സ് ആസ് പെർ ദ സിലബസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി വായിക്കുന്നത്. പ്രീ ഇൻഡിപെൻഡൻസ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്, ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, മൂവ്മെൻറ്റ്സ്, ഗവൺമെൻറ്റ്സ്, ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ് ആൻഡ് പോളിസീസ്. ഇത്രയും വരുന്ന ടോപ്പിക്കുകളാണ് നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ളത്. ഞാൻ ഇതിനെ നിങ്ങൾക്ക് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോർമാറ്റിലൂടെ ഒന്ന് കൺവേർട്ട് ചെയ്തു തരാം. നമുക്ക് 18th century മുതൽക്കുള്ള ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും അതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള ചില ഹിസ്റ്ററിയാണ് മെയിൻലി ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 4 യൂണിറ്റുകൾ, 4 കാറ്റഗറൈസേഷനിലോട്ട് ഇതിനെ മാറ്റുകയാണ്. ഒന്നാമത്തെ കാറ്റഗറൈസേഷൻ 18th century കേരള. 18ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? 18ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മാപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു യൂറോപ്യൻ ശക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് കാണുന്നുണ്ടെങ്കിൽ അതേ സമയത്ത് കേരളം ഭരിച്ചിട്ടുണ്ടായിരുന്ന ചില നാട്ടുരാജ്യങ്ങളാണ്. തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങൾ ഫോം ചെയ്തു വരുന്നുണ്ട്. മോഡേൺ സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ അണ്ടർ മാർത്താണ്ഡവർമ്മ, ദെൻ ധർമ്മരാജ. അങ്ങനെ ട്രാവൻകൂറിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ ഭാഗമാണ് മോഡേൺ കൊച്ചിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കൊച്ചിൻ സ്റ്റേറ്റ് ഉണ്ടാകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് ശക്തൻ തമ്പുരാൻ എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ മലബാറിൻ്റെ കേസ് 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക സമയത്ത് എങ്ങനെയായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂപ്പർ പവറായിട്ട് വി ഹാവ് ദ സാമൂരിൻസ് എന്ന് പറയുന്ന സാമൂതിരിമാരുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം ഇട്ട് തരികയാണ്. ഈ സാമൂതിരിമാരെന്ന് പറയുന്നവർ, അതുപോലെ കൊച്ചിയിലെ നാട്ടുരാജാവ് എന്ന് പറയുന്ന രൂപത്തിലോട്ട് ട്രാവൻകൂറിൻ്റെ ഭാഗത്തുള്ള ഒരു നാട്ടുഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇതിനൊക്കെ ടേമിൽ വിളിക്കുന്നൊരു പേരാണ് സ്വരൂപം എന്നുള്ളത്. നമുക്ക് തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് തൃപ്പാപ്പൂർ സ്വരൂപം കാണാൻ വേണ്ടി പറ്റും. അതേസമയത്ത് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് പെരുമ്പടപ്പ് സ്വരൂപം കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. പല കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അല്ലാത്തവർ കൃത്യമായിട്ട് അതൊന്ന് ചെയ്യാനും ശ്രമിക്കുക. ഈ സാമൂതിരിമാരെന്ന് പറയുന്ന സാമൂരിൻസ്, അവരുടെ റോയൽ ഫാമിലി എന്താണ്, അവരുടെ സ്വരൂപം എന്താണെന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ കോലോത്തുനാടുണ്ട്, കോലോത്തിരി സ്വരൂപം തുടങ്ങിയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇങ്ങനെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂറോപ്യൻ അധിനിവേശ ശക്തിയായിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പൊളിറ്റിക്കൽ ഡോമിനേഷൻ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ കേരളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നാട്ടുരാജാക്കന്മാർ, അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതിനിടയ്ക്ക് മലബാറിൽ പ്രത്യേകിച്ച് ഒരു സംഭവം നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് മൈസൂർ ഇൻവേഷൻ ഓഫ് കേരള. ഈ മൈസൂർ ഇൻവേഷൻ നമ്മൾ മൈസൂർ സ്റ്റേറ്റ് അണ്ടർ ഹൈദർ അലി, ടിപ്പു സുൽത്താനൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ടാവും. പക്ഷേ കേരള പെർസ്പെക്റ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അത് ഈ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മെയിൻസ് പരീക്ഷയിൽ മൈസൂർ ഇൻവേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണ് 18th century കേരള എന്ന് പറയുന്നത്. അതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഗ്രോത്ത് ഫേസ് ആസ് വെൽ ആസ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരുണ്ടായിരുന്ന റിവോൾട്ട് എഗെയിൻസ്റ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യതയോടെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് 18th century. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് 19th and 20th century ഉണ്ടായിരുന്ന കേരളത്തിലെ സോഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്. അതാണ് കേരളത്തിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്ന് നിങ്ങളുടെ സിലബസിൽ തന്നതിനെ ഒന്നുകൂടെ നമ്മൾ ഡീകോഡ് ചെയ്തിരുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്ന കേരള സോഷ്യൽ റിഫോർമേഷൻ. ഏകദേശം ഒരു 25 മുതൽ 30ഓളം വരുന്ന സോഷ്യൽ റിഫോർമേറ്റീവ് ലീഡേഴ്സ് ഉണ്ട്, ഓരോ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ആ മൂവ്മെൻറ്റുകളെ വളരെ സിംപ്ലിഫൈഡ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനൊക്കെ പറ്റും. പക്ഷേ നിങ്ങൾ സാധാരണ രീതിയിൽ ഏതെങ്കിലും ഗൈഡ് വർക്കാണ് നോക്കുന്നതെങ്കിൽ ഒരുപാട് ഫാക്ച്വൽ ലേണിംഗ് ആയിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്നത്. പക്ഷേ അതല്ല എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. കോൺസെപ്ച്വലി ഈഴവ മൂവ്മെൻറ്റ് എന്തായിരുന്നു, ദളിത് മൂവ്മെൻറ്റ് എന്തായിരുന്നു, മുസ്ലിം റിഫോർമേഷൻ എന്തായിരുന്നു, ബ്രാഹ്മിൻ റിഫോർമേഷൻ എന്തായിരുന്നു, ഇങ്ങനെ ഓരോ തീമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി പറ്റണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഡിവിഷൻ കേരളത്തിൻ്റെ 19-20 നൂറ്റാണ്ടിൽ നടക്കുന്ന മറ്റു ചില പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകളാണ്. അതിനെ നമുക്ക് നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള എന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും. കേരളത്തിലെ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കേരളത്തിൽ ബ്രിട്ടീഷ് മലബാർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. കൊച്ചിൻ സ്റ്റേറ്റ് ആൻഡ് ട്രാവൻകൂർ എന്ന് പറയുന്ന പ്രിൻസിലി സ്റ്റേറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആൻറ്റി കൊളോണിയൽ ആയിട്ടുള്ള ടെൻഡൻസിക്കായിരിക്കും സാധ്യത കൂടുതൽ അല്ലേ. എന്നാൽ അതേസമയത്ത് പ്രിൻസിലി സ്റ്റേറ്റ് ആയിട്ടുണ്ടായിരുന്ന കൊച്ചിയും ട്രാവൻകൂറും അവിടെ നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സെർട്ടൻ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഫോർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രെൻഡുകൾ, അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ ഇതെന്തൊക്കെയാണ്, ഏതൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയും പഠിക്കാം, കേരള ഹിസ്റ്ററിയും പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റിൻ്റെ ഫോർമേഷനും
ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള കേരള ഹിസ്റ്ററിയുടെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റുമാണ്. അതാണ് നിങ്ങളുടെ സിലബസിൽ ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, മൂവ്മെൻറ്റ്സ്, ഗവൺമെൻറ്റ്സ്, ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ് ആൻഡ് പോളിസീസ്. ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങളുടെ 4ാമത്തെ കാറ്റഗറൈസേഷനിൽ വരുന്നത്. അതിൽ നിങ്ങൾ 1947 സമയത്ത് കേരളം എന്തായിരുന്നു നിങ്ങൾ പഠിക്കണം, 1956 സമയത്ത് കേരളം എന്തായിരുന്നു പഠിക്കണം, അതിനുശേഷമുള്ള കേരള ജനറൽ ഇലക്ഷൻ പഠിക്കണം, പ്ലസ് ഡിഫറെൻറ്റ് കേരള ഗവൺമെൻറ്റുകൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് ആൻഡ് ഹിസ്റ്റോറിക്കലി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ് ആൻഡ് പോളിസീസ് ഇതെല്ലാം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ 4 കാറ്റഗറൈസേഷനിലാണ് നമുക്ക് കേരള ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി പറ്റുന്നത്. അതിൽ തന്നെ നല്ലൊരു ശതമാനം കോൺസെപ്ച്വലി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും മെയിൻസിന് ഉപകാരപ്പെടുകയും ചെയ്യുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക. ഇനി ഇതൊക്കെ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളിടത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് KSന്റെ ഒരു ബ്രിഡ്ജ് കോഴ്സിനെ കുറിച്ചാണ്. എമിനന്റ് PSC ഏപ്രിൽ 2-ാം തീയതി കേരള മൊഡ്യൂൾസിന് വേണ്ടി ഒരു ബ്രിഡ്ജ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. അതിൽ കേരള ഹിസ്റ്ററി, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള, കേരള ഇക്കണോമി ആൻഡ് കേരള ജോഗ്രഫി എല്ലാം കവർ ചെയ്യപ്പെടുന്ന സെഷൻസ് ആണ്. കേരള ഹിസ്റ്ററിയും കൾച്ചറും എടുക്കുന്നത് ഞാൻ തന്നെയാണ്. സോ ഒട്ടും വൈകിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എമിനന്റ് PSCയുമായിട്ട് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാനും KS എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാരാണോ ഈ ടോപ്പിക് വളരെ കൃത്യതയോടെ മനസ്സിലാക്കി വെക്കുക. പ്രിലിംസിനും മെയിൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ലൈവ് ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ചെയ്യാനും ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.